إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായ ജീവിതത്തെയൊക്കെ പിൻപറ്റി റബ്ബിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചും പാലിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും മുന്നോട്ട് പോകണമേ എന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ വർഷാരംഭത്തിൻ്റെ മാസം എന്ന നിലക്ക് മുഹറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മുഹറം മാസത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ചരിത്രത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മാസം ഏറെ പവിത്രമായതാണ് എന്നതിനെക്കുറിച്ചും ഈ പുണ്യമാസത്തെ അതിൻ്റെ പവിത്രതയോടുകൂടി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നതുമൊക്കെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പുതിയ ഹിജ്റ വർഷം എന്ന നിലക്ക് ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്താണ് എന്നതുമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മാനവരാശിയെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഒക്കെ തങ്ങൾ ജനിച്ചു വളർന്ന നാടും വീടും സമ്പത്തുമെല്ലാം വിട്ടേച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സന്ദർഭത്തെയാണ് നമ്മൾ ഹിജ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് നിരന്തരമായ ഉപദ്രവങ്ങൾ,
കഠിനമായ ജീവിത സാഹചര്യങ്ങൾ, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, ഊരുവിലക്കിയ ഒരുപാട് വർഷങ്ങൾ, ബഹിഷ്കരണത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളെയും തടഞ്ഞുവെച്ച സാഹചര്യങ്ങളൊക്കെ അവർ അനുഭവിച്ചു. അതിരൂക്ഷമായൊരു സന്ദർഭത്തിലൂടെ അവർ കടന്നുപോയി. ഇങ്ങനെയെല്ലാം സഹിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരോട് മദീനയിലേക്ക് പോകാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഹിജ്റ കേവലമായ ഒരു യാത്രയല്ല. നമ്മളൊക്കെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുന്നും മലകളൊക്കെ കയറാനാണ് മനുഷ്യർ പോകണമെങ്കിലും അതിനൊക്കെ നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടൂർ എന്നൊക്കെ പറയും. യാത്ര നമുക്ക് നൽകുന്ന അനുഭവങ്ങളുണ്ട്, സന്തോഷങ്ങളുടെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഹിജ്റ അങ്ങനെ ആയിരുന്നില്ല. ഹിജ്റ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എല്ലാ നിലക്കും പറിച്ചു നടുന്ന ഒരു സാഹചര്യമായിരുന്നു. മഹാത്യാഗത്തിന്റെ ചരിത്രമാണ് ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നത്. ദീനിനു വേണ്ടിയും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട പലതിനെയും ഒക്കെ എല്ലാം വിട്ടേച്ചുള്ള യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. എല്ലാം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി. അത്തരം ജീവിതത്തിന്റെ ഘട്ടങ്ങൾ കടന്നുപോകുന്ന മനുഷ്യർക്കു വേണ്ടി ഖുർആൻ പറയുന്നൊരു വചനമുണ്ട്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഈമാൻ ഉൾക്കൊണ്ടവർ, വിശ്വസിച്ചവർ, വല്ലദീന ഹാജറൂ സ്വദേശം തന്നെ വെടിഞ്ഞു പോകേണ്ടി വന്നവർ, വജാഹദൂ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരങ്ങളിൽ ജിഹാദിൽ ഏർപ്പെട്ടവർ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് അങ്ങനൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയാണ് എന്നാണ്. പലരും അള്ളാഹിനെ തള്ളിപ്പറയും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ, കഠിനമായ ത്യാഗം വരുമ്പോൾ, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ അള്ളാഹിനെ തള്ളിപ്പറയും പലരും. എന്താണിതിങ്ങനെയെന്ന് നിരാശപ്പെടും. പക്ഷേ ഇവരുടെ സ്വഭാവം എന്താണ്? യർജൂന റഹ്മത്തല്ലാഹ് അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ് എന്നാണ്. വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു തആല പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കരുണ ചൊരിയുന്നവനുമാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞു, ഇസ്ലാമിനെ സ്വീകരിക്കുന്നവർ, മുസ്ലിമായി ജീവിക്കുന്നവർ, അവരത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതരുത്. പല ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. വിഷമഘട്ടങ്ങൾ ഉണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും. കാലാകാലവും ദുനിയാവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടി വരികയുള്ളൂ. ഇതെല്ലാം എന്റേത് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പലതിനെയും ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടാവുക. ഇതെന്റെ റബ്ബിൻ്റെതാണ് എന്ന് വിചാരിക്കുന്നവർക്ക് എന്തിനെയാണ് ഉപേക്ഷിക്കാൻ പ്രയാസം ഉണ്ടാകുക? നാളെ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെ ബോധ്യപ്പെട്ടവർക്ക് എന്തിനെയാണ് ഉപേക്ഷിക്കാൻ മടിയുണ്ടാകുക? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽഫല്ലദീന ഹാജറൂ സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നവർ, വഅഖ്രിജൂ മിൻ ദിയാരിഹിം ചില സന്ദർഭങ്ങളിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, വഊദൂ ഫീ സബീലി എന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെട്ടവർ, ദീന് മുറുകെ പിടിച്ചതിന്റെ പേരിൽ മർദ്ദിക്കപ്പെട്ട ആളുകൾ, വഖാതലൂ യുദ്ധത്തിൽ ഏർപ്പെടേണ്ട സന്ദർഭത്തിൽ ഉണ്ടായവർ, യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ അതിൽ ഏർപ്പെട്ടു പോയ മനുഷ്യർ, വഖുതിലൂ ദീനിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ, ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം അങ്ങനെ ഹിജ്റ പോകേണ്ടി വന്നവർ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഉണ്ടായവർ, യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം അവരുടെ പാപങ്ങളെ, തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്, മായ്ച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവർക്ക് എന്താണ് അല്ലാഹു ഒരുക്കി വെക്കുന്നത്? വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങൾ അല്ലാഹു തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുമെന്നാണ്. സവാബൻ മിൻ ഇൻദില്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഇത്തരക്കാർക്കുള്ള പ്രതിഫലം എത്രയത്? വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്
അള്ളാഹിന്റെ അടുക്കലാണ് മാന്യമായ, ഉത്കൃഷ്ടമായ, ഏറ്റവും മനോഹരമായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിന്റെ കനൽ നെഞ്ചിൽ ഏറ്റുവാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരിക്കില്ല അവരുടെ ജീവിതം എന്നുള്ളതാണ്. അത് ഏത് കാലത്തും പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകും. അത്തരക്കാർക്ക് അല്ലാഹു തആല അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവർക്ക്, സബറോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കയിൽ നോക്കൂ, പ്രവാചകന്റെ പ്രബോധന കാലം അത്ര എളുപ്പമായിരുന്നില്ല. വിശ്വാസം പ്രഖ്യാപിച്ച അന്ന് മുതൽ, ദഅവത്തിന്റെ ആദ്യ ദിവസം മുതൽ ആട്ടും തുപ്പുമായിരുന്നു. ആരുടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടായത്? സ്വന്തം കൂടപ്പിറപ്പുകളിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തബന്ധുക്കളിൽ നിന്നാണ്, കുടുംബ ബന്ധുക്കളിൽ നിന്നാണ് ആദർശത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് വാങ്ങേണ്ടി വന്നത് എന്ന് പ്രവാചകന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കുടുംബക്കാരാണ്, കൂട്ടക്കാരാണ്, വളരെ പ്രധാനപ്പെട്ടവരാണ് എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ സ്നേഹിക്കുന്ന പലരിൽ നിന്നും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാമെന്ന് പ്രവാചകന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗം വേണ്ടവർ എന്ത് നിലപാടെടുക്കണമെന്നടുത്താണ് പ്രശ്നം. സ്വർഗം വേണ്ടവർ പ്രവാചകന്റെ ജീവിത മാതൃകയിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതാണ് പ്രശ്നം. പലതും പറയാനുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തന്റെ ജീവിതത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയും. അത് ഇവരുടെ മാർഗമാണോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ പലപ്പോഴും പലരുടെയും രക്തബന്ധുക്കളാവും, കുടുംബക്കാരാവും. നമ്മുടെയൊക്കെ കൂട്ടും കുടുംബമൊക്കെ എങ്ങനെയാണ് പോണത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സ്വർഗമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പ്രവാചകന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നോക്കൂ, പ്രവാചകനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയവർ, പക്ഷെ പ്രവാചകൻ നിരന്തരമായി ഈ തൗഹീദിന്റെ സന്ദേശം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൂട്ടും കുടുംബങ്ങളിലേക്കും പറഞ്ഞു കൊടുക്കുന്നു, സുഹൃത്തുക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങാടികളിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു, ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ ഇസ്ലാമിനെ കേൾക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് മനം മാറ്റമുണ്ടായി. മക്കയിൽ പലരും ഇസ്ലാം സ്വീകരിച്ചു. മദീനയിലും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ ഇസ്ലാം സ്വീകരിച്ച് അവരുടെ നാടുകളിലേക്ക് പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. വലിയ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അബൂ ത്വാലിബ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ പ്രവാചകന് വലിയ താങ്ങും തണലും നൽകിയ ഒരു മഹാനുഭാവനായ വ്യക്തിത്വമായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്. അമുസ്ലിമായ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലെ ഖുറൈശികൾ പലരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അബൂ ത്വാലിബിന്റെ മരണത്തോടുകൂടി വലിയൊരു താങ്ങും തണലും നഷ്ടപ്പെട്ടു. ഖുറൈശികൾ വളരെ ക്രൂരമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നിട്ടും പ്രവാചകൻ തന്റെ ദൗത്യം തുടരുകയാണ്. ഒരിക്കൽ മദീനയിൽ നിന്നും ഹജ്ജിന് വന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചുപോയി. പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾക്ക് മക്കയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ, പ്രയാസകരമായ സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മദീനയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകനോട് ബൈഅത്ത് ചെയ്തവർ തിരിച്ചുപോയി. നോക്കൂ, ഇസ്ലാം മക്ക വിട്ട് പുറത്തേക്കും പല ആളുകളും മക്കയിലേക്ക് കടന്നു വരുന്നവർ ഇസ്ലാം സ്വീകരിച്ചുമൊക്കെ പിരിഞ്ഞു പോകുന്നു. മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന പലരും മദീനയിൽ അഭയം തേടുന്നു. ഇതൊക്കെ ഖുറൈശികളെ വളരെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു, അവരസ്വസ്ഥരാക്കി. മുഹമ്മദ് നബിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഈ ദൗത്യം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, നമ്മൾ ദൈവമെന്ന് വിചാരിക്കുന്ന പലതും ആളുകൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് അവർ കരുതുകയാണ്. എന്നിട്ട് അവർ യോഗം ചേർന്നു. ദാറുൻ നദ്വ എന്ന് പറയുന്ന അവരുടെ ഒരു കേന്ദ്രത്തിൽ അവർ യോഗം ചേർന്നു. എന്താണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത്? പല അഭിപ്രായങ്ങളും വന്നു. ചിലർ പറഞ്ഞു, മുഹമ്മദ് നബിയെ ബന്ധനസ്ഥനാക്കി പിടിച്ചുകൊണ്ടുവരാം, വെളിച്ചം കാണാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ബന്ധിപ്പിച്ച് ബന്ധനസ്ഥനാക്കി നമുക്ക് ഇവിടെ നിർത്താം, പുറത്തിറങ്ങാൻ സമ്മതിക്കേണ്ടതില്ല. അപ്പൊ അവർ പറഞ്ഞു, അവരെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ തയ്യാറാകുന്ന സാഹചര്യം വരും, അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവും. സ്ഥിരമായി നമുക്കങ്ങനെ ബന്ധനത്തിൽ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തെ പിടിച്ചിട്ട് നാട് കടത്താം, ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, പ്രബോധനവുമായി ഒരു ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് അദ്ദേഹം. പുറത്തുപോയാൽ അദ്ദേഹം ഈ ദൗത്യം കൂടുതൽ ഭംഗിയായി നിർവഹിക്കും.
കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അവിടെ വലിയ ജനസഞ്ചയം രൂപപ്പെടും. അവരൊന്നാകെ വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അങ്ങനെയാണ് അവർ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. എന്നേക്കുമായി നശിപ്പിച്ചു കളയണം എന്നവർ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഖുറൈശ് തറവാട്ടിലെ ഗോത്രങ്ങളൊക്കെ ഇളകിമറിയും. പലപ്പോഴും വിശ്വാസാചാരങ്ങളൊക്കെ പലപ്പോഴും പലതാണെങ്കിലും രക്തബന്ധത്തിന്റെ പേരിൽ, കൂടപ്പറപ്പ് എന്നതിന്റെ പേരിലൊക്കെ പലരും പ്രകോപിതരായേക്കാം. അപ്പൊ അവർ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്ത് അതിനെ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞവർ പിരിയുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഈ അക്രമികളുടെ പ്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ നൽകി. ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് വഹീ നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഹിജ്റ പോവുക, അനുയായികളോട് പതുക്കെ പതുക്കെ മക്ക ഉപേക്ഷിക്കാൻ വേണ്ടി പറയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തു. പലരും പല സന്ദർഭങ്ങളിൽ പത്തും പതുങ്ങിയും ഒക്കെ മക്ക വിട്ടു. ചിലർക്ക് പരസ്യമായി പോയി. ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ മക്കയുടെ കഅബാലയത്തിന്റെ അവിടെ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, ഞാൻ ഒരു മുസൽമാനാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നെ തടയാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ദീനീ പ്രബോധനവുമായി ഇന്ന വഴികളിലൂടെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നൊക്കെ ധീരമായി പ്രഖ്യാപിച്ച് കടന്നുപോയവരുണ്ടായി. പലരും ഭയപ്പെട്ട് ഒന്നും പ്രഖ്യാപിക്കാതെ രഹസ്യമായി കടന്നുപോയവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം സ്വീകരിച്ച് പലരും മക്കയിൽ നിന്ന് യാത്രയായി. മക്കയിൽ നിന്ന് പലരും പോകുന്നു എന്ന് അവർ മനസ്സിലായി. ഖുറൈശികൾക്ക് മനസ്സിലായി. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി അവർ ഒരുങ്ങി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. എന്താണ്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമാനത്തായി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾ പ്രവാചകൻ അല്ലമീൻ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഏൽപ്പിച്ചു, പല വസ്തുക്കളും ഏൽപ്പിച്ചിരുന്നു. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിക്കാനുള്ളവർക്ക് ഏൽപ്പിച്ച് തിരിച്ചു കൊടുക്കുകയാണ്. കുറെ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, ഇത് ഇന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. നാടും കൂടൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ നമ്മളൊക്കെ പലപ്പോഴും കയ്യിലുള്ള കിട്ടിയൊക്കെ എടുത്തിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷേ തന്റേതല്ലാത്ത ഒരു മുതൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല. അമാനത്ത് എന്ന സംഗതിയെ വളരെ ഗൗരവത്തിലാണ് പ്രവാചകൻ കണ്ടത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമാനത്തുകളൊക്കെ തിരിച്ചേൽപ്പിക്കുകയാണ്. അനുയായികളെയൊക്കെ നേരത്തെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. ഒരു നേതാവ് എന്നുള്ള നിലക്ക് തന്റെ അനുയായികളുടെ കാര്യം നോക്കാതെ തന്റെ തടിയും തന്റെ കുടുംബത്തിന്റെയും കുട്ടികളൊക്കെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവും. തന്റെ ആയുഷ് നീട്ടിക്കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ പുതിയ ലോകത്തെ നേതാക്കന്മാരായി വാഴ്ത്തപ്പെടുന്നവരുണ്ടാവും. പക്ഷെ പ്രവാചകൻ തന്റെ കൂടെ നിന്ന് അനുയായികളുടെ ഓരോരുത്തരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിവരമറിയിച്ചു. യാത്രക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടാക്കി. നിൽക്കേണ്ട സ്ഥലം, പോകേണ്ട വഴികൾ, പോകേണ്ട വാഹനം ഒക്കെ കൃത്യമായി ക്രമീകരിച്ചു. ഭക്ഷണം എത്തേണ്ട മാർഗങ്ങൾ അവർ പ്ലാൻ ചെയ്തു. വഴികാട്ടിയായി ആരെ കൂടെ കൂട്ടണമെന്ന് അവർ ആലോചിച്ചു, ആസൂത്രണം നടത്തി. ആത്മവിശ്വാസത്തോടുകൂടി, നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകുമെന്ന ഉറപ്പോടുകൂടി അവർ കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ്. നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൃത്യമായ പ്ലാൻ വേണം, കൂടിയാലോചനകൾ വേണം, വിശ്വസിക്കാവുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കണം, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് പ്രവാചകന്റെ ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ വേണ്ടി കൽപ്പിച്ചു. ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ഖുറൈശികളൊക്കെ വീട് വളഞ്ഞിട്ടുണ്ട് പലർക്കും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, പ്രവാചകന്റെ മുഅ്ജിസത്ത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു തആല ഒരുക്കി കൊടുക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ഒരുക്കി നിർത്തിയ അദ്ദേഹത്തിന്റെ വാഹനം ഒട്ടകത്തെ അതിൽ രണ്ടുപേരും യാത്ര പുറപ്പെടുകയാണ്. ഒരു നന്മയുടെ കൂട്ടുകാരൻ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, നമ്മൾക്കും അത് പ്രധാനമാണ്. നന്മയിലേക്ക് വഴി നടത്തുന്ന ഒരു കൂട്ടുകെട്ട്, ഒരു സുഹൃത്ത് നമുക്കുണ്ടാകണം. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, തെറ്റിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ അതല്ല ശരി എന്ന് പറയാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരനെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നു
നിൽക്കുന്നുണ്ട്. നമുക്കും അതൊക്കെ ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന കാര്യമാണ്. സൗർ എന്ന ഗുഹയിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. ഒളിച്ചിരുന്നു 3 രാത്രികൾ. കൂരിരുട്ടിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഒളിഞ്ഞു താമസിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ കാവലിലാണ്, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചാണ്. ഏത് കൂരിരുട്ടിലും നമുക്ക് കാവലായി അള്ളാഹു ഉണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചരിത്രമാണ് ഹിജ്റക്ക് പകർന്നു നൽകാനുള്ളത്. നേരം വെളുത്തു അല്ലേ? തൊട്ടടുത്ത ദിവസം നേരം വെളുക്കുകയാണ്. ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വീടിനകത്തേക്ക് കയറുകയാണ്. ആ വിരിപ്പിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്നത്. അവരാകെ എളിമ്പരായി, അവരുടെ കോപം കൂടുതലായി ജ്വലിച്ചു. അവർ 4 പാടും പാഞ്ഞു. പ്രവാചകരെ കൊല്ലുന്നവർക്ക് 100 ചുവന്ന ഒട്ടകം സമ്മാനം അവർ പ്രഖ്യാപിച്ചു. എല്ലാവരും വാളും കുന്തവും പരിചയവും വാഹനവുമായി 4 പാടും പ്രവാചകർ അന്വേഷിച്ചിറങ്ങി. മലമ്പാതകൾ പലരും താണ്ടിക്കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇവരുടെ യാത്രാമധ്യേ സുറാഖത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ പ്രവാചകൻ എത്തിപ്പെടുന്നുണ്ട്. സുറാഖത്ത് ഇവരെ കാണുന്നുണ്ട്. പിടികൂടാൻ വന്ന സുറാഖത്തിന്റെ വാഹനം കുതിര മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. അതിന്റെ കാലുകൾ മണ്ണിൽ താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. സുറാഖത്തിന് ഭയപ്പാടായി. സുറാഖത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. സുറാഖ, നീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്ക്, ദീനിനെ കുറിച്ച് പഠിക്ക്, എന്റെ ദൗത്യം എന്താണ് എന്ന് പഠിക്ക്. ഇത് നേരിന്റെ വഴിയാണ്, സത്യത്തിന്റെ മാർഗമാണ്. ഈ വിളക്കണഞ്ഞു പോകില്ല സുറാഖ. കിസ്റയുടെ അവരാണ് അലങ്കാരത്തിന്റെ ഭാഗമായി, അധികാരത്തിന്റെ ഭാഗമായി കയ്യിലണിഞ്ഞ വളകളുണ്ടല്ലോ സുറാഖ, അത് നമ്മുടെ കയ്യിലെത്തുന്ന കാലം വിദൂരമല്ല എന്ന് സുറാഖയോട് പറയുന്നുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കിസ്റ സാമ്രാജ്യത്തെ മൊത്തം വെട്ടിപ്പിടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഉടയാടകളിൽ കൂട്ടത്തിൽ നിന്ന് ഈ 2 വളകൾ പിന്നീട് എടുത്തുകൊണ്ട് സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന ചരിത്രത്തിന് പിന്നീട് ഇസ്ലാമിക ലോകം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രവാചകന്റെ പുലരുന്ന പ്രവചനത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ അവർ സാക്ഷ്യം വഹിച്ചത്. ഈ വളകൾ, കിസ്റയുടെ സാമ്രാജ്യത്തിന്റെ വളകൾ സുറാഖയുടെ കയ്യിൽ അമീറുൽ മുഅ്മിനീൻ ഏൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതം അങ്ങനെയാണ്, പ്രവാചകന്റെ പ്രവചനങ്ങൾ അങ്ങനെയാണ്, പ്രവാചകന്റെ വചനങ്ങൾ, ഹദീസുകൾ അങ്ങനെയാണ്. നമുക്കതിനോടൊക്കെയുള്ള കൂറാണ് പ്രിയപ്പെട്ടവരെ ഹിജ്റ ചോദ്യം ചെയ്യുന്നത്. പ്രവാചകനോടുള്ള കൂറ്, പ്രവാചകന്റെ വചനങ്ങളോടുള്ള കൂറ്, ഖുർആനിനോടുള്ള നമ്മുടെ കൂറ്, ആദർശത്തോടുള്ള കൂറ്, നിലപാടുകളാണ് ഓരോ ഹിജ്റയും നമ്മളോട് ചോദിക്കുന്നത്. അതിനോട് കൂടെ നിൽക്കാൻ നമുക്കായിട്ടുണ്ട് എങ്കിൽ ഹിജ്റയുടെ സന്ദേശത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയും. പ്രവാചകനും സഹാബത്തും കടന്നുപോയ സ്വർഗത്തിന്റെ വഴികളിൽ നമ്മൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ദിവസം ഇവിടെ ഉപേക്ഷിച്ച് നരകത്തിന്റെ വഴികളിലേക്ക് പോകുന്ന നഷ്ടക്കാരെത്രയോ ഉണ്ടാകുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. നമ്മളാണ് പഠിക്കേണ്ടത്, നമ്മളാണ് ചിന്തിക്കേണ്ടത്, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളാണ്. 3 ദിവസം പ്രവാചകൻ സൗർ ഗുഹയിലിരുന്നു. 4ാമത്തെ ദിവസം പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പുറത്തിറങ്ങുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് ശാന്തമായിട്ടുണ്ട്. അവർ മുന്നോട്ട് പോയി. പ്രവാചകൻ കുറച്ച് ദൂരം പിന്നിട്ട് തിരിഞ്ഞു നിന്ന് മക്കയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ മക്ക, എനിക്ക് നീ എത്ര പ്രിയപ്പെട്ടതാണ് എന്നറിയുമോ? നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്കൊരു മനസ്സുമില്ല. എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഞാൻ മക്ക വിട്ടു പോകുമായിരുന്നില്ല എന്ന് മക്കയെ നോക്കി പറയുന്നുണ്ട്. മക്ക അത്രമേൽ പ്രിയപ്പെട്ട മണ്ണാണ്. പ്രവാചകന് മാത്രമല്ല, മുസ്ലിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടതും. വൈദ്യം കുറുബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക് ഔ യഖ്തുലൂക് ഔ യുഖ്രിജൂക് വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഖുർആൻ ഈ സന്ദർഭത്തെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശ്വാസികൾ, സത്യനിഷേധികൾ, അവർ തന്ത്രം പ്രയോഗിച്ചു, കുതന്ത്രം പ്രയോഗിച്ചു. ലിയുസ്ബിതൂക് ഔ യഖ്തുലൂക് ഔ യുഖ്രിജൂക്, നിന്നെ ബന്ധനസ്ഥനാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു, നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചു, നിന്നെ കൊല്ലണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനുള്ള കുതന്ത്രങ്ങൾ അവർ തയ്യാറാക്കി. വയംകുറൂൻ, അവർ തന്ത്രം പ്രയോഗിച്ചു. വയംകുറുല്ലാഹ്, പക്ഷേ അല്ലാഹു തആലയും തന്ത്രങ്ങൾ പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു തആല ഏറ്റവും നല്ല തന്ത്രങ്ങൾ പയറ്റാൻ പറ്റുന്നവനാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലേ? നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ ഇതുപോലെയൊക്കെ തന്നെയാണ്. പലതിൻ്റെയും പേരിൽ പല കാര്യങ്ങളിലും പല തന്ത്രവും നമ്മൾ പയറ്റും. ചിലർക്ക് കുതന്ത്രങ്ങളായിരിക്കും, തട്ടിപ്പുകളായിരിക്കും, വെട്ടിപ്പുകളായിരിക്കും. നമുക്ക് ഹക്കായ കാര്യങ്ങളാവില്ല. പലരെയും തോൽപ്പിക്കാനായിരിക്കും, പലരെയും നശിപ്പിക്കാനായിരിക്കും, പലരെയും ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നമ്മൾ പയറ്റും.
പക്ഷെ അള്ളണ്ട് എന്നത് മറക്കരുത്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അള്ളാഹു നമ്മുടെയൊക്കെ തന്ത്രങ്ങളെ പൊളിച്ചു കളയും. നമ്മൾ ചവിട്ടിത്താഴ്ത്താൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു താല ഉയർത്തി കാണിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അള്ള വിചാരിച്ച അതിനൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹനെ മറന്ന് കളിക്കരുത് എന്ന് ഹിജറയുടെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രവാചകന്റെ ഹിജറെ, ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഹറം എന്ന പവിത്രമായ ഒരു മാസം നമ്മിലേക്ക് വന്നണഞ്ഞൊരു സന്ദർഭം എന്ന നിലയ്ക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്. നന്നാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. പൊരുത്തപ്പെടിക്കാനും അതുപോലെ തന്നെ തിരുത്തി തൗബയോടുകൂടി മുന്നോട്ട് പോകാനൊക്കെയുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന മാസമാണിത്. അല്ലാഹു ഗഫൂറുർ റഹീം എന്നത് വെറുതെ പറയണല്ല. അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെയൊക്കെ നമ്മൾ ക്രമപ്പെടുത്തുക, പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച മാർഗങ്ങളിൽ നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രവാചകന്റെ നിർദ്ദേശങ്ങളുടെ കൂടെയാണ് നമ്മുടെ എല്ലാ ജീവിത സന്ദർഭങ്ങളുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുതിയൊരു ഹിജറ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഹിജറ എന്താണ് എന്നും പുതിയ കാലത്ത് ഹിജറയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് എന്താണ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നതുമാണ് ഓർമ്മപ്പെടുത്തിയത്. ഹിജറയെ പറ്റി പറയുന്ന ഒരു ഹദീസിലാണ് നമ്മുടെ നിയ്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഒരാൾ ഹിജറ പോകുന്നു, നാടുപേക്ഷിച്ചു പോകുന്നു, അയാളുടെ ഉദ്ദേശം ദീനിൻ്റെ സംരക്ഷണവും വിശ്വാസമാണെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതല്ല അവിടെ പോയിട്ടൊരു കല്യാണമൊക്കെ കഴിച്ച് അവിടെ ദുനിയാവിൻ്റെ എന്തെങ്കിലും മോഹങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ഒരു നാടുപേക്ഷിച്ച് പോണതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾക്ക് അതേ കിട്ടുള്ളൂ എന്നാണ്. അള്ളാഹിൻ്റെ തൃപ്തിയും പൊരുത്തം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഹദീസിന്റെ തുടക്കത്തിലാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ നിയ്യത്തനുസരിച്ചായിരിക്കും എന്ന് നമ്മളോട് പഠിപ്പിക്കണത്. പുറമേക്ക് നമ്മൾ എന്ത് ചെയ്താലും ശരി, അള്ളാഹ്ക്ക് നമ്മുടെ മനസ്സറിയാലോ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉദ്ദേശം അതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് ദുനിയാവിനോടുള്ള കാര്യമാവട്ടെ, പരലോകത്തിന് വേണ്ടിയുള്ള കാര്യമാവട്ടെ, നമ്മുടെ നിയ്യത്ത് അത് നല്ലതല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യം അല്ലാഹു തആല പൊളിച്ച് കയ്യിൽ തരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് സ്വീകരിക്കൂല, നിഷ്ഫലമായി പോകുമെന്ന് ഹിജറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നിയ്യത്ത് വളരെ സ്ഫുടം ചെയ്തതായിരുന്നു. നാട്ടിലെ ഒന്നും അവരുടെ ഒരു തടസ്സമില്ലല്ലോ, എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞില്ലേ. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ജീവിതത്തിൽ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്തൊക്കെ ഉണ്ട് സുഹൈബ് റളിയല്ലാഹു. ഒരു തരി പോലും ഹറാമായതില്ല, എല്ലാം തന്റെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സുഹൈബ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകാൻ നിന്നാൽ ഇതൊക്കെ ഞങ്ങൾ കൈവശപ്പെടുത്തും, ഇതിന്ന് തരി മണ്ണ് നിനക്ക് തരൂല എന്ന് പറയുന്നുണ്ട്. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുന്നുണ്ട്, ഈ ഒരു തരി മണ്ണ് അല്ല എൻ്റെ പ്രശ്നം, ഈ ദീൻ സംരക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ദീൻ ഉപേക്ഷിച്ച് പോകാനല്ല, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ എടുത്തോളി എന്ന് പറഞ്ഞ് മദീനയെ ലക്ഷ്യമാക്കി ഇറങ്ങിപ്പോകുന്ന സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അവരുടെയൊക്കെ നിയ്യത്ത്, അവരുടെയൊക്കെ ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. അവരൊക്കെ പോയ സ്വർഗ്ഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് പോയി ഒന്ന് പറ്റിപ്പോകുന്ന പോരായ്മകൾ ക്ലിയർ ചെയ്യാതെ വഴിയിൽ നമുക്ക് കയറാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിയ്യത്തുകൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവിന്റെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീൻ ഉപേക്ഷിക്കുന്ന ആളുകൾ നമ്മൾ കാണും അല്ലേ. ചില പെൺകുട്ടികൾ, ചില ആൺകുട്ടികളൊക്കെ കണ്ടില്ലെങ്കിൽ വിവാഹപ്രായമെത്തുന്നതിന് മുമ്പേ പ്രണയിച്ച് നടന്ന് ദീൻ ഉപേക്ഷിക്കുന്നവർ, ഇസ്ലാമിനെ ഉപേക്ഷിക്കാണ്, പടച്ചോനെ ഉപേക്ഷിക്കാണ്, എന്നിട്ട് പകരം ബിംബങ്ങളെ സ്വീകരിക്കുന്നു, വിഗ്രഹങ്ങളെ സ്വീകരിക്കുന്നു, പലതിൻ്റെയും മുന്നിൽ തന്റെ വിശ്വാസം വലിച്ചെറിയുന്നു. പലതിൻ്റെയും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന ചെറിയ ചെറിയ ദുനിയാവിന്റെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തെയും ദീനിനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറുന്ന ആളുകളുണ്ട്. അവർക്ക് ഹിജറയെ കുറിച്ച് പഠിക്കണം, പ്രവാചകന്റെ ഹിജറയെ കുറിച്ച് അവർ മനസ്സിലാക്കണം. ഈ ദീൻ എത്രമാത്രം പ്രിയപ്പെട്ടതാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ കാവലും കരുതലും പ്രതീക്ഷയും തുണയുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദർശ ജീവിതത്തിനെ പറ്റിയ ഒരു ഇടം നമ്മൾ തിരഞ്ഞെടുക്കണോണ്ടൊന്നും തടസ്സമില്ല എന്ന് ഹിജറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ സൂചിപ്പിച്ച അമാനത്ത് എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അമാനത്ത് ഏൽപ്പിക്കാൻ
നാട് വിട്ടു പോകണമെന്ന് പറയണം, എൻ്റെ കൂടെ പോരണമെന്ന് പറയണം. വലിയ നഷ്ടങ്ങൾ വരും അബൂബക്കർ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു അമാനത്താണ് എന്ന് അബൂബക്കറിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വഞ്ചന ഉണ്ടായില്ല, ഒരു വിശ്വാസ വഞ്ചനയും കാണിച്ചില്ല. കട്ടക്ക് കൂടെ നിന്നു. ചങ്കാണ് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പലരും പറയും. ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടുകാരൻ എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, അലി റളിയല്ലാഹു തആല എത്ര പ്രായമാണ്, ചെറുപ്രായം, മനസ്സ് പതറിപ്പോകുന്ന പ്രായമാണ്, കൗമാരപ്രായമാണ്, എല്ലാ ചാബല്യങ്ങളും പിടിപെടുന്ന പ്രായമാണ്. പക്ഷെ അളകിയില്ലല്ലോ. അമാനത്താണ്, എന്നെ എൻ്റെ റസൂൽ ഏൽപ്പിച്ച അമാനത്താണ്, അതിലൊരു കളങ്കവും വരുത്തൂലെന്ന് തീരുമാനിക്കുകയാണ് ചെറുപ്രായത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവരാൻ അസ്മാ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. ആടും പറ്റങ്ങളെയുമായി ഞങ്ങൾ നടന്നു പോകുന്ന കാലടിപ്പാടുകളെ മായ്ച്ചുകൊണ്ട് ആമിറെ നീ വരണമെന്ന് ആമിർ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാം അമാനത്താണ്. അവർക്കത് ഭംഗിയായി പൂർത്തിയാക്കി. അങ്ങനെ ഈ നീയത്തും ഇഖ്ലാസും അമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. സൗർ ഗുഹയിലെത്തിയപ്പോ അല്ലെ അവർ പിടിക്കപ്പെടുമോ എന്ന് വരുന്ന സന്ദർഭം വന്നപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ നിർമ്മല ഹൃദയനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകരെ അവരുടെ കാലടിപ്പാടുകൾ നമ്മുടെ തൊട്ടടുത്തെത്തിയാണ്, പിടിക്കപ്പെടുമോ എന്നാണ്. അവിടെയാണ് പ്രവാചകൻ ഏതൊരു വിശ്വാസിക്കും ആത്മധൈര്യം നൽകുന്ന ഒരു വചനം, അള്ളാഹുവിന്റെ കലാം അവിടെ ഓതിക്കൽപ്പിക്കുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് അബൂബക്കർ സങ്കടപ്പെടുന്നത്? നമ്മുടെ കൂടെ അല്ലാഹ് ഇല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ രണ്ടാളല്ല, മൂന്നാമതായി നമ്മുടെ റബ്ബ് കൂടെയുണ്ട് എന്ന് ഏതൊരാൾക്കാണ് ധൈര്യം പകരാതിരിക്കുക? കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ അടച്ചുകൂട്ടി പിടിക്കുന്നുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നത് നമുക്ക് എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾക്ക് എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട് അല്ലാഹ് കൂടെ ഉണ്ട് എന്നുള്ളത്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു തോന്നിവാസം ചെയ്യുമ്പോൾ, ഒരു വേണ്ടാത്തരം ചെയ്യുമ്പോൾ, നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പലതും മറച്ചു വെക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, ഇന്നല്ലാഹ് മഅനാ, അല്ലാഹ് കൂടെ ഉണ്ട് എന്നത് ഒരുറപ്പാകണം. അപ്പോഴാണ് നമുക്ക് നന്മയുടെ വഴികളിലേക്ക് പോകാൻ കഴിയും, ഈ ഹിജറയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വേസ്റ്റായി പോകും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിൽപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്താണ് അവർ നഷ്ടത്തിൽപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ വഴികളെ മറന്നതുകൊണ്ടാണ്, അള്ളാഹിനെ തന്നെ മറന്നതുകൊണ്ടാണ്, പ്രവാചകനെ വിസ്മരിച്ചത് കൊണ്ടാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിജ്റ എന്ന് പറയുന്നത് ഒരു ചടങ്ങായി കഴിഞ്ഞു പോകേണ്ട സംഗതിയല്ല. നമുക്ക് ജീവിതത്തെ തിരുത്താനുള്ള, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനുള്ള, കൂടുതൽ നന്മകളിലേക്ക് മത്സരിക്കാനുള്ള, നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് മുമ്പിൽ നീതി വാങ്ങിക്കൊടുക്കാനുള്ള, സത്യസന്ധമായി കാര്യങ്ങളെ കാണാനും അതിനുവേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി നിലനിൽക്കാനും ഒക്കെയുള്ള ശബ്ദമായി മാറുമ്പോഴാണ് നമ്മുടെ ഹിജ്റ എന്ന് പറയുന്നത്. നമുക്കൊരു നാട് ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹിജ്റ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. തിന്മകളെ ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഹിജ്റ. അതുകൊണ്ട് ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി സത്യത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അള്ളാഹു അതിന് നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മളെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകളിലേക്ക് പ്രവേശിക്കുകയും ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റുപോയ തെറ്റുകളിലും പോരായ്മകളും നമ്മൾ ഏറ്റുപറയുകയും എല്ലാ ഹക്കുകളും നമ്മുടേതല്ലാത്തതൊക്കെ തിരിച്ചു കൊടുക്കുകയും തൗബ ചെയ്ത അല്ലാഹുവിൽ വിനയാന്വിതനായി മാറുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീനിന്റെ തെരുവുകളിൽ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ ആരെയാണ് അലവസരപ്പെടുത്താതിരിക്കുക? നമ്മളൊക്കെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവെ, അവർക്ക് നീ സ്ഥൈര്യവും ധൈര്യവും നൽകണേ റഹ്മാനെ. നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നീ അവരെ മൂടിക്കളയണേ റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗ പൂങ്കാവനങ്ങൾ അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആത്യന്തികമായ വിജയം നൽകി നീ ഖുദ്സിനെ മോചിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അത്തരത്തിലുള്ള കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്
കഠിനമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ പരീക്ഷകൾ, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ യാത്രകൾ നീ ഖൈറും ബർക്കത്തുമുള്ളതാക്കി തീർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.